അതെ, നിങ്ങൾ തമ്മിൽ കണ്ടത് ശരിയാ. കുട്ടികളെ പഠിപ്പിച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ്, ഏത് വിധത്തിലാണെന്നൊക്കെ ഞാൻ പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നല്ല ക്ഷമയും നല്ല എഫേർട്ട് ഇട്ടാലും മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവർ മാത്രമേ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മതി. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തു പോകാം. കാരണം ഇതൊരു ഈസി വേ അല്ല, കുറച്ച് കഷ്ടപ്പാടിൻ്റെ ഒരു വഴിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഏത് വിധത്തിലാണ്, എങ്ങനെ തുടങ്ങണം, ഇതെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹായ്, ഞാൻ പ്രിയ. ഓൺലൈൻ ട്യൂട്ടറിങ്, അതാണ് ഈ ബിസിനസ്സിൻ്റെ പേര്. നിൽക്കേ സ്കിപ്പ് ചെയ്യാനാ പരിപാടി അല്ലേ? അതൊന്നുകിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ട്യൂട്ടറിംഗ് അല്ല ഇത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ജഡ്ജ് ചെയ്യുക. വീഡിയോ കോളിലൂടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതാണ് ഈ ഐഡിയ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ ട്യൂഷൻ എടുക്കാം. ഇനി ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെ മാത്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ഒരുപാട് സ്നേഹിക്കുന്നവരും ഒരുപാട് അറിവുള്ളവരും അവർക്ക് എടുക്കാം. ഒന്നാമത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, നല്ല പഠിക്കാൻ താല്പര്യവും നല്ല ഡിഗ്രി ഉള്ളവർക്ക് ചിലപ്പോൾ ടീച്ചിങ് പ്രൊഫഷനായി കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഓൺലൈൻ ട്യൂട്ടറിങ് ചെയ്താൽ ബെസ്റ്റ് ആണ്, ചെയ്യാൻ പറ്റും. അടുത്തത്, സ്വന്തമായൊരു ജോലിയുണ്ട് പക്ഷെ ഒരു സൈഡ് ഇൻകം വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഈ ഓൺലൈൻ ട്യൂട്ടറിങ് ശരിയാവും. നിങ്ങൾക്ക് BEdൻ്റെയോ PGൻ്റെയോ ഒന്നും ആവശ്യമില്ല, ഒരു ഡിഗ്രി ഓക്കെയാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നന്നായി പഠിക്കാനും അത് പഠിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ശ്രമവും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റാണ് ഈ ഓൺലൈൻ ട്യൂട്ടറിങ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇതിലെന്താ ഇത്ര വലിയ പുതുമ, ഇത് സ്ഥിരമായി കേൾക്കുന്നതല്ലേ? ഇതുവരെ പുതുമയൊന്നുമില്ല, പക്ഷെ ഇനി പറയാവുന്ന കാര്യങ്ങളിലാണ് പുതുമയിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ആദ്യം ഒരു നീഷ് ചൂസ് ചെയ്യുക. നീഷ് എന്ന് വിചാരിച്ച കാറ്റഗറി ചൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ആയി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം എല്ലാവർക്കും എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിനാണ് നീഷ് ചൂസ് ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള ഏത് ക്ലാസ്സിനാണോ നിങ്ങൾ എടുക്കുന്നത് അത് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് 7th സ്റ്റാൻഡേർഡ് എടുക്കാം. ഇനി ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഉദാഹരണത്തിന് കെമിസ്ട്രി എടുക്കാം. അത് കഴിഞ്ഞാൽ സിലബസ് ചൂസ് ചെയ്യാം. കേരള സിലബസ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, ഏതുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുന്ന സിലബസ് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ തീരുമാനിച്ചു 7th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി CBSE സിലബസ്, ഇതാണ് നമ്മൾ ട്യൂഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടി എന്താണെന്ന് വെച്ചാൽ, കെമിസ്ട്രിയിലെ ആ സിലബസ് 7th സ്റ്റാൻഡേർഡിന് കംപ്ലീറ്റ് നിങ്ങളൊരു ഓട്ട പ്രദക്ഷിണം നടത്തുക. ബൈ ഹാർട്ട് പഠിക്കാനോ മൊത്തം മനസ്സിലാക്കി വെക്കാനോ മൊത്തം പഠിക്കാനോ അല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ എന്തൊക്കെ ചാപ്റ്റർ, കാരണം നിങ്ങൾ പഠിച്ചിട്ട് കുറച്ച് കാലം ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ മൊത്തത്തിലൊന്ന് ഉണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ചാപ്റ്റർ വളരെ ഭംഗിയായി തറവായി പഠിക്കാം. ചാപ്റ്റർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ആ സിലബസിൽ നിങ്ങൾ ഏത് മാസമാണോ സ്റ്റാർട്ട് ചെയ്തത് ആ മാസം ആ സിലബസിൽ കലണ്ടറിക്കലായിട്ട് ഏത് ചാപ്റ്ററാണോ വരുന്നത് ആ ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഇപ്പോൾ ക്വാർട്ടർലിയാണ്, നിങ്ങൾ ആ ക്വാർട്ടർലി പീരീഡിൻ്റെ ടൈമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഏതെല്ലാം 1, 2, 3 അങ്ങനെ 3 ചാപ്റ്റർ ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ആ സെലക്ട് ചെയ്ത ചാപ്റ്ററാണ് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇടേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞാൽ അതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കുക. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നുകൂടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, അപ്പോൾ അതെല്ലാം ഭംഗിയായി നിങ്ങൾ പഠിക്കുക. അതൊക്കെ എങ്ങനെ കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് പഠിക്കുക. നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, കുട്ടികളുടെ മുന്നിൽ അതെങ്ങനെ പ്രസന്റ് ചെയ്യണം, അവരുടെ മൈൻഡിലേക്ക് എങ്ങനെ ഭംഗിയായി ഓരോ പോയിന്റ്സിനെയും നമുക്ക് എത്തിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് ഭംഗിയായി റിസർച്ച് ചെയ്ത് അത് നിങ്ങൾ പഠിച്ചെടുക്കുക. പിന്നെ പ്രോബ്ലംസ് ഉണ്ടാവും, അതൊക്കെ സോൾവ് ചെയ്യുക. കെമിസ്ട്രി ആണല്ലോ, അതൊക്കെ സോൾവ് ചെയ്യുക. പിന്നെ ചില ട്രിക്സ് എല്ലാം ഉണ്ടാവില്ല, ഓരോ പോയിന്റ്സ് ഓർത്ത് വെക്കാനുള്ള ട്രിക്സ്, പിന്നെ നമ്മളെ പീരിയോഡിക് ടേബിൾ ഓർത്ത് വെക്കാനുള്ള ട്രിക്സ്, അതിലുള്ള പേര് ഓർത്ത് വെക്കാനുള്ള, അങ്ങനെ എന്തൊക്കെ പോയിന്റ്സും ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ യൂസ് ചെയ്യാൻ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ, ആ പോയിന്റ്സ് അവരുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കാനും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനുശേഷം ഈ നമ്മൾ നന്നായി പഠിച്ച ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ ഭയങ്കര ടഫായിട്ടുള്ള കോൺസെപ്റ്റ്സും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത കോൺസെപ്റ്റ്സും പ്രോബ്ലംസും ഒക്കെ നിങ്ങൾ ലൈവായി ചെയ്ത് കാണിക്കും. ഒരു വൈറ്റ് ബോർഡിലോ അല്ലെ ക്യാമറയ്ക്ക് മുന്നിലോ എല്ലാം ലൈവായി ചെയ്ത് കാണിക്കും, കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ. അതിൻ്റെ വീഡിയോസ് നമ്മൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ ഒക്കെ ഓരോ പാർട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട്, ഒരു കൺസെപ്റ്റ്സ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു പാർട്ട്, അങ്ങനെ ഓരോരോ പാർട്ടായി എടുത്തിട്ട് വീഡിയോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഓൺലൈൻ ട്യൂട്ടറിങ് മാർക്കറ്റ് ചെയ്യുന്നത്. കുട്ടികളെ നമുക്ക് ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ ട്യൂട്ടറിങ് സെൻറ്ററിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്നത്. ഈ വീഡിയോ എങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചാൽ, ഒരു വൈറ്റ് ബോർഡ് നമുക്ക് ആമസോണിലും ലോക്കൽ
സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 1000 രൂപയ്ക്ക് താഴെ വരുള്ളൂ. അതിനുള്ള മാർക്കർ പെന്നും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ വൈറ്റ് ബോർഡിൽ ഏതെങ്കിലും ഡിഫറെൻറ്റ് കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോബ്ലമോ നിങ്ങൾ സോൾവ് ചെയ്ത് ലൈവായി സോൾവ് ചെയ്ത് കാണിക്കണം. കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം അത് സോൾവ് ചെയ്യുക. കുട്ടികൾക്ക് ടഫായിട്ടുള്ള പ്രോബ്ലംസും കോൺസെപ്റ്റ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് സോൾവ് ചെയ്ത് നിങ്ങൾ കാണിക്കണം. 2 3 കോൺസെപ്റ്റും അത്ര തന്നെ പ്രോബ്ലംസും ആയിരിക്കണം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ വലിയ ക്യാമറയോ കാര്യങ്ങളോ ലൈറ്റിംഗോ ഒന്നും വേണ്ട. നിങ്ങളെ മൊബൈൽ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്താൽ മതി. വേറെ എഡിറ്റിംഗ് ഒന്നും വേണ്ട. ഷൂട്ട് ചെയ്യാം, അത് തന്നെ അപ്ലോഡ് ചെയ്താലും മതി. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. ഓരോ ദിവസവും 2 3 വീഡിയോ ഇതുപോലെ ചെയ്തിടുക. നിങ്ങൾ ഒരു ദിവസം 3 വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. 3 3 ഈ 3 എണ്ണത്തിൽ 3 തരം കോൺസെപ്റ്റോ 3 തരം പ്രോബ്ലംസോ ആയിരിക്കണം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് മനസ്സിലാവാത്ത, കുട്ടികൾക്ക് ടഫ് എന്തോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇത് നമുക്ക് പോലും ഇത്തിരി ടഫാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വേണം അത് സോൾവ് ചെയ്യാൻ വേണ്ടി. അത് ലൈവായി നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അതായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ വീഡിയോ എടുത്ത് ശീലം ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വന്നാൽ ഒരു ദിവസം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 3 വീഡിയോ ഒക്കെ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ആദ്യത്തെ ഒരു പ്രയാസം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ വളരെ ഭംഗിയായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഷൂട്ട് ചെയ്ത 3 വീഡിയോയും ഒരു ദിവസം 3 എണ്ണം ഷൂട്ട് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്. ഈ 3 വീഡിയോയും നമ്മൾ 3 പ്ലാറ്റ്ഫോമിലാണ് ഇടാൻ പോകുന്നത്. ഒന്ന് ഇൻസ്റ്റാഗ്രാം, പിന്നെ ഒന്ന് ഫേസ്ബുക്ക്, പിന്നെ യൂട്യൂബ്. ഈ 3ലും നിങ്ങൾ ഈ 3 വീഡിയോയും പോസ്റ്റ് ചെയ്യണം. 3 വീഡിയോയുടെയും ക്യാപ്ഷനിൽ നിങ്ങൾ ഫോർ ട്യൂഷനോ അല്ലെങ്കിൽ ട്യൂഷൻ അവൈലബിൾ എന്നോ പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിടണം. ക്യാപ്ഷനിലും ഇടണം, നിങ്ങൾ വീഡിയോയുടെ മേലെ ഇടണം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത് പോലെ നിങ്ങൾ ഇടണം. ഫോർ ട്യൂഷനോ അല്ലെങ്കിൽ ട്യൂഷൻ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടോ നിങ്ങളെ നമ്പറും വാട്സാപ്പ് നമ്പറും മെയിൽ ഐ ഡിയും നിങ്ങൾ ടൈപ്പ് ചെയ്തിടണം. ഇത് രണ്ടിലിടണം. ഞാനിവിടെ വീഡിയോയിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്യണം. നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ഓർഗാനിക് കോണ്ടന്റ് മാർക്കറ്റിംഗ്. ഇത് ഓൾറെഡി പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് ഈ സബ്ജക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ വീഡിയോ അവരെ മുന്നിലേക്ക് വരും. അല്ലാതെ ഇനി ഇത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അവരുടെ ഫീഡിലും നിങ്ങൾ ഈ പോസ്റ്റ് വരും. അങ്ങനെ കുട്ടികൾ കാണും. കുട്ടികൾ കണ്ടാൽ പിന്നെ അതിനെക്കുറിച്ച് അവർ സെർച്ച് ചെയ്യുമല്ലോ കൂടുതലായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും വാട്സാപ്പിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും ബാക്കിയുള്ള നിങ്ങളെ വീഡിയോസും കൂടി അവരെ കൺമുന്നിൽ എത്തുകയും ചെയ്യും. അവർക്ക് ആ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാകുന്ന കാണുമ്പം നിങ്ങളെ വിളിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും കൂടുതൽ റിസർച്ച് ചെയ്യാനുള്ള ഒരു താല്പര്യം കാണിക്കും. നമ്മൾ 3 വ്യത്യസ്ത പോസ്റ്റ് വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലായിട്ട് ഇടുന്നത്. നമ്മൾ എത്രത്തോളം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം കോണ്ടന്റ് അത്രയധികം ആൾക്കാരിലേക്ക് എത്താം. വോളിയം കൂടുന്നതിനനുസരിച്ച് അത് ആൾക്കാർ കാണാനുള്ള ചാൻസും അതിന് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ തന്നെ പോപ്പപ്പ് ചെയ്യുന്ന ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിലാണ് ഇത് ഇടുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ കൂടുതലും മെയിൽ പാരന്റിന്റെ മുമ്പിൽ അത് എത്തുക. യൂട്യൂബ് ആണെങ്കിൽ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് കാണുന്നത്. കുട്ടികളാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നവർ കൂടുതലായി കാണാം. കുട്ടികളുടെ മുന്നിലായാലും പാരന്റ്സിന്റെ മുമ്പിലായാലും നിങ്ങളുടെ വീഡിയോ എത്തിക്കൊണ്ടേയിരിക്കും. എത്ര വീഡിയോ അധികം ഇടുന്നുണ്ടോ അത്രയധികം കോണ്ടന്റ് പാരന്റ്സിന്റെ ഇടയിലേക്കും കുട്ടികളുടെ ഇടയിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരു മാസം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പം ഇനി നിങ്ങൾക്ക് ഒരു വ്യൂസും കിട്ടിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, വളരെ കുറച്ച് വ്യൂസേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് 2 മുതൽ 5 വരെയുള്ള കുട്ടികളെ കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് സോഷ്യൽ മീഡിയ ആണ്. എതിരെ നിൽക്കുന്നത് ആരാണെന്നോ നമ്മളെ വീഡിയോസും കോണ്ടന്റും കാണുന്നത് ആരാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഏത് സമയവും നമ്മുടെ ഈ വീഡിയോ കോണ്ടന്റിന്റെ അവസ്ഥ മാറി മറിയും. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ 1 ലക്ഷവും 2 ലക്ഷം അടിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. എന്ത് തന്നെയാലും മിനിമം നിങ്ങൾക്ക് 2 3 കുട്ടികളെങ്കിലും കിട്ടിയിരിക്കും. അത് ഫസ്റ്റ് മന്ത്. ഇനി 2 3 സ്റ്റുഡന്റ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഡിമോട്ടിവേറ്റഡ് ആണ്ട. ഞാൻ പറഞ്ഞിരിക്കുന്നത് ബാർ മിനിമത്തിന്റെ കാര്യമാണ്. ഞാൻ ഈ 2 3 പറഞ്ഞത് ബാർ മിനിമം എന്ന് പറഞ്ഞേ. കാരണം എന്തെന്ന് വിചാരിച്ചാലേ ഒരാഴ്ച കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ വീഡിയോസ് 5 ലക്ഷവും 10 ലക്ഷം അടിച്ചാലും നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്രയും എണ്ണം കുട്ടികളെ നിങ്ങൾക്ക് കിട്ടും. 5നും 10നും മേലെയും അത് പോവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്നും ഇത് സോഷ്യൽ മീഡിയ ആണ്, നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത് ഏത് രീതിയിലാണ് പോണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ പറയുന്ന കാര്യം അത്ര നന്നായും സിൻസിയറായും പ്രസന്റ് ചെയ്യുക. ടോപ്പിക്സ് ഒക്കെ വളരെ സിമ്പിളായി കുട്ടികളുടെ ഉള്ളിലേക്ക് കയറാൻ പാകത്തിലിടുക. ഇനി ട്യൂഷൻ ഫീയുടെ കാര്യത്തിലാണെങ്കിൽ ആദ്യം തന്നെ ഒരു കുട്ടിക്ക് ഒരു 500 രൂപ വരെ നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം വെച്ചാൽ ഫസ്റ്റ് ആണ്, കുട്ടിയൊക്കെ പെട്ടെന്നില്ല പാരന്റിന് പെട്ടെന്ന് കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെ തോന്നാനിടവരുത്. ആദ്യം തന്നെ ഒരു 500 രൂപ വരെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് കുറച്ചോ കൂടുതലോ നിങ്ങൾക്ക് വാങ്ങിക്കാം. സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു പാരന്റിനോട് സംസാരിക്കുമ്പം എന്താണ് അവസ്ഥ, അവരെ റെസ്പോൺസ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ വന്നാൽ എത്ര കുട്ടികളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും കുട്ടികൾ ഒരുമിച്ച് നിങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പാരന്റ്സും എല്ലാവരും കൂടി സംസാരിച്ച് തീരുമാനിക്കുന്ന ഒരു ടൈം, ആ ടൈമിൽ നിങ്ങൾ ഒരുമിച്ച് കുട്ടികളെ ഗൂഗിൾ മീറ്റ് കിട്ടുക. എത്ര കുട്ടികളാണോ അത്രയും കുട്ടികൾ ഒരുമിച്ച് ഗൂഗിൾ മീറ്റ് കയറ്റിയാണ് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും നിങ്ങളെ സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചിട്ടും നിങ്ങൾ റെഡിയാക്കേണ്ട കാര്യങ്ങളാണ്.
ഇനി നമുക്ക് കണക്കുകൾ നോക്കാം. നിങ്ങളുടെ ട്യൂഷൻ ഫീസ് 500 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 കുട്ടികളെ കിട്ടിയാൽ ഒരു മാസം നിങ്ങൾക്ക് 10,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. അത് 50 കുട്ടികളാണെങ്കിൽ 25,000. പോട്ടെ, അത് 100ലേക്ക് വന്നാലോ 50,000 രൂപയാണ് നിങ്ങൾക്ക് ആ മാസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. വെറും 1 മണിക്കൂറിലെ മെനക്കേടും ഒരു വൈറ്റ് ബോർഡും നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. പക്ഷെ എന്താണ് ഇതിന്റെ പിറകിൽ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പാടും ക്ഷമയും ഉണ്ട്. അത് നിങ്ങൾ എടുക്കാൻ തയ്യാറായ നിങ്ങൾക്ക് സിമ്പിളായി ഇത്രയും വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതല്ല, ഇതിൽ കൂടുതലും സോഷ്യൽ മീഡിയയുടെ ഇന്ന് സമൂഹത്തിലുള്ള സ്വാധീനം നിങ്ങൾക്കറിയാലോ, നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. അപ്പൊ അത്രയധികം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഈ കണ്ടന്റ് സ്പ്രെഡ് ആയാൽ 100ഒന്നുമല്ല, അതിലും എത്രയോ അധികം, ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും കിട്ടും. നിങ്ങൾ തന്നെ ലീവ് ചെയ്ത് കളയേണ്ടി വരും ചിലപ്പോൾ കുട്ടികളുടെ എണ്ണം. അത്രയും കുട്ടികളെ നിങ്ങൾക്ക് ഈ ഒരു ആവശ്യത്തിലേക്ക് ഈ ട്യൂഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടും. അത്രയും തന്നെ വരുമാനം, നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാനും പറ്റും. ഇതിൽ നിങ്ങൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയാൽ പിന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ ക്ലാസിന്റെ എണ്ണം കൂട്ടാം, സിലബസിന്റെ എണ്ണം കൂട്ടാം. ഇതെല്ലാം നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിയെങ്കിലും സ്കെയിൽ ചെയ്യാം, ഫീസ് കൂട്ടാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെങ്ങനെ സ്കെയിൽ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊരു വൈറ്റ് ബോർഡും ഒരു മൊബൈൽ ഫോണും ഒരു മാർക്കർ പെന്നും മാത്രം ഉപയോഗിച്ചിട്ടുള്ള കളിയാണ്. ബാക്കി മുഴുവൻ നിങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ഞാനൊന്ന് ഓടിച്ചു പോവാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. ആദ്യം നിങ്ങൾ ഒരു നീഷ് സെലക്ട് ചെയ്യുക. നീഷ് എന്ന് വിചാരിച്ചാൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം, ഏത് സിലബസ് ആണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്, അത് കൃത്യമായി ചൂസ് ചെയ്യുക. നീഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എടുത്തിന് ആ സബ്ജക്റ്റ് മൊത്തത്തിൽ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. ഓടിച്ചാൽ മൊത്തത്തിൽ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ ആ മാസം ഏത് ചാപ്റ്റർ ആണോ പഠിക്കേണ്ടത് ആ ചാപ്റ്റർ വളരെ ഡീപ്പായി പഠിച്ചു വെക്കുക. ഡീപ്പ് എന്ന് വെച്ചാൽ എല്ലാ കോൺസെപ്റ്റും പ്രോബ്ലംസും എല്ലാം സോൾവ് ചെയ്ത് നന്നായി പഠിക്കുക. ക്വസ്റ്റ്യൻസും എല്ലാം സോൾവ് ചെയ്ത് ലൈവായി നിങ്ങൾ വീഡിയോ എടുക്കുക. അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം 3 എണ്ണം വെച്ചെടുക്കണം. ഇതിന്റെയൊക്കെ മേലെയും ക്യാപ്ഷനിലും നിങ്ങളുടെ നമ്പറും ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഗ്രാജുവലി നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റുഡന്റ് വരും. ആ കുട്ടിയിൽ നിന്ന് 500 രൂപ വാങ്ങി നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഗൂഗിൾ മീറ്റിൽ കയറി ക്ലാസ് എടുത്ത് കൊടുക്കുക. അത്രയും നന്നായി നിങ്ങൾ ക്ലാസ് സിൻസിയറായി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൊടുത്താൽ ആ കുട്ടിയോട് തന്നെ റെഫർ ചെയ്യാൻ പറയാം, ഷെയർ ചെയ്യാൻ പറയാം. അപ്പോൾ ആ കുട്ടി വഴി തന്നെ പിന്നെയും നിങ്ങൾക്ക് സ്റ്റുഡന്റിനെ കിട്ടും. അല്ലാണ്ട് നോർമലി സോഷ്യൽ മീഡിയയിലൂടെയും കൂടി നിങ്ങൾക്ക് സ്റ്റുഡന്റിനെ ഇതുപോലെ വരും. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന നിർത്തരുത്. കാരണം കോണ്ടന്റ് ആണ് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത്, ടീച്ചിങ് ആണ് നിങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് സിൻസിയറായി ഇത് രണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കണം. ടീച്ചിങ് അതൊരു മാജിക്കൽ വേർഡാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തുടങ്ങാം, നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് ഒരു വൈറ്റ് ബോർഡ്, ഒരു നോട്ട്ബുക്ക്, ഒരു മൊബൈൽ ഫോണ്, ഒരു സബ്ജക്റ്റിലുള്ള നോളജ്, ഒരു വാട്സ്ആപ്പ് നമ്പർ. ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് ഇതാ ഇപ്പം ഈ നിമിഷം ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇത് ആർക്കൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞത് ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. എന്താണെന്നറിയോ? റിട്ടയർ ചെയ്തിരിക്കുന്ന ടീച്ചർമാരുണ്ട്. കാരണം അവരെല്ലാം ടീച്ചിങ് ഒരു പ്രൊഫഷനാക്കി, അവർ പ്രൊഫഷണൽ പാഷൻ ആക്കിയവരായിരിക്കും. കാരണം സ്കൂളിൽ നിന്ന് റിട്ടയർ ആവുന്നതോടുകൂടി അവർ ശരിക്കും മാനസികമായി ഒരുപാട് ഡൗൺ ആയി പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണിത്. അവർക്ക് വീണ്ടും അവരുടെ ടീച്ചിങ് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് മറന്നുപോയതായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി. ലക്ഷ്യങ്ങൾ അധികം ഉണ്ടാക്കാൻ പറ്റും, ഞാൻ തമ്പനിയിൽ പറഞ്ഞല്ലോ. അത് സത്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം, കൺസിസ്റ്റൻസി വേണം, എഫേർട്ട് ഇടാനുള്ള ഒരു മനസ്സും വേണം. ഇത് അത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷ്യത്തിലധികം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ, എൻ്റെ ഒരു സന്തോഷത്തിനാ. പിന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതൊന്ന് കയറി കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം.